പറ്റില്ലടാ. അപ്പൊ പിന്നെ ഇതെന്താ ഇതാര്? ഷുക്കൂർക്ക. അസ്സലാമു അലൈക്കും. എന്താ പേര്? അഭിനവ്. അഭിനവ്. എവിടുന്ന് വരുന്നത്? ട്രിവാൻഡ്രം. ആ, MRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സ്കൂളിലെ സാറാണ്. സാറാ ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ലേ മാഷോ? കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആവാൻ 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ തന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെന്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴത്തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെൻ്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം +2 വരെ. ഇൻസ്റ്റയിൽ സെർച്ച് നോക്കിയാൽ എന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. എന്റെ ട്യൂഷൻ സെന്റർ എല്ലാം അത് ഞാൻ നോക്കാം. പക്ഷെ ഇത് നിങ്ങള് സ്കൂളിൽ അധ്യാപകൻ എന്തിന്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതൊരു മാച്ചിങ് അല്ലല്ലോ. നിങ്ങളിപ്പോ ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ? കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പഠിച്ച് കിട്ടിയതാ. കഷ്ടപ്പെട്ടില്ല, വെറുതെ പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇവിടെ എത്തേണ്ടോ? ഞാൻ പഠിച്ചു, വെറുതെ ഇരുന്ന് പഠിച്ചു. കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. അങ്ങനെയല്ല. കോപ്പി അടിച്ചൊക്കെ തന്നെ ഞാനും മാർക്ക് വാങ്ങിച്ചത്. ബുദ്ധിജീവി ഒന്നുമല്ല, കോപ്പി അടിച്ച് തന്നെ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നാളെ പുറത്താവും ചിലപ്പോ. സ്കൂളിൽ റിസൈൻ ചെയ്തു. ശരിക്കും വന്നത് തിരിച്ചറിയാൻ കഴിയില്ല. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങളോട് സംഭവിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനും പലതും നോക്കാറുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റ് അല്ല, ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നോട് അല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഞാൻ എങ്ങനെ തൊപ്പിയ പരിചയം സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഞാൻ അല്ല, പരിചയപ്പെടാൻ വായികളുണ്ട്, ഫോണിൽ കൂടെ പരിചയപ്പെടാൻ പോലെ. അങ്ങനെ അല്ലല്ലോ അവർ പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു അധ്യാപകൻ 10th മെമ്പറായിട്ട് MRC ഗ്യാങ്ങിലേക്ക് അവര് നെറ്റ് ഇൻസ്റ്റയിൽ കയറി നോക്കാൻ പറയൂ. ഞാൻ നോക്കാം. ഇത് ഇൻസ്റ്റാന്റെ പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ. ഓക്കെ, പേര് പറ. അല്ല, അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്ത് പറഞ്ഞാൽ മതി. അതിൽ കാണിക്കാണ്ട് എന്താ പേര് പറ? അബീസ് ഫ്രഷേഴ്സ്. ABHI EES FRESH. ഇതോ? ഇതിലെവിടെയാണ് മാസമായിട്ടുള്ള ഇത്? എവിടെ? മൊത്തം അത് തന്നെ, മുകളിലോട്ട്. അതാണ് എൻ്റെ ട്യൂഷൻ സെന്റർ. ഏതാ? ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ജോലി മടുത്തതല്ലേ, എനിക്കിങ്ങനെ കുറച്ച് അടക്കി ഒതുക്കി ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതാവണം. അല്ല, നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇത് അധ്യാപകനാടാ. അതെനിക്ക് നന്നായിട്ട് കയറി കൊണ്ടു. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ആയി. ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമ്മൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനശ്വരയെ ഒന്ന് ഞെട്ടിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകരോടും പഠിക്കുന്ന കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനശ്വരയ്ക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം നമ്മുടെ ആദ്യ പബ്ലിക്
അത് ശരി. എന്താ അത് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോയതാ ഡാൻസിന്. ഡാൻസ് മാസ്റ്ററുമാണ്. അതെ അതെ. ഇത് ഭരതനാട്യം അങ്ങനത്തെ ശരി, എല്ലാം ചെയ്യും. ചതിക്കപ്പെട്ടവന്റെ അവസ്ഥയോ? ആരാ നിങ്ങളെ ചതിച്ചേ? തേപ്പ് കിടന്നോ? അത് വേറെ. തേപ്പ് കഥ പറ. ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. തേപ്പ് കഥ ആണോ? പ്രണയം ഉണ്ടോ? ഉണ്ടായിരുന്നു. അതന്നെ ആ കഥ. അത് കേക്കട്ടെ. തേപ്പ് കഥ പറ കേക്കട്ടെ. അങ്ങനെയല്ല, B.Ed പഠിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. കുട്ടിയുടെ പേരൊന്നും തൽക്കാലം അതൊന്നും പറയണ്ട. അതൊന്നും പറയരുത്. ഒരിക്കലും പറയരുത്. കേരള ഹിന്ദി പ്രചാരസഭ. ഹിന്ദി പ്രചാരസഭ. വഴുതക്കാട്. തെക്കാടിന്റെ അടുത്താ. ഇവരുടെ വേറൊരു വൈബ് ഇവര് വേറൊരു ടീമായല്ലോടാ. നമ്മളെന്താ അപ്പോ നമ്മള് ഏകദേശം ഒരു ഏരിയയാണ്, ഒരു 4-5 കിലോമീറ്റർ അടുപ്പിച്ചുള്ള ഏരിയയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല കമ്പനിയായിരുന്നു. എനിക്ക് ആ കുട്ടിയാണ് വർക്കൊക്കെ എഴുതി തരുന്നത്. ഞാൻ പൊതുവേ അങ്ങ് ഉഴപ്പ് ടൈപ്പാണ്. അപ്പോൾ ആ കുട്ടിയാണ് വർക്കൊക്കെ എഴുതി തരുന്നത്. അങ്ങനെ ഇഷ്ടമായി അവസാനം നല്ല ഇതായിട്ട് അവസാനം ഈ മാർച്ച് മാസത്തിൽ അവൾ വേറൊരിടൊപ്പം ഇറങ്ങി പോയി. ഈ കഴിഞ്ഞ 3 മാസം ആ മാർച്ചോടുകൂടി ഞാൻ അങ്ങ് ഡൗൺ ആയി. അതോടുകൂടി അത് ഇറങ്ങി പോണത് പോട്ടെ, എന്റെ പേര് എന്തിനെഴുതി വെച്ചു? വേറൊരുത്തനോട് ഇറങ്ങി പോയിട്ട് എന്റെ പേര് എന്തിന് അവള് കുറിപ്പായിട്ട് എഴുതി വെച്ചു? നിങ്ങൾക്ക് അടികൊള്ളാനായിരിക്കും. അത് ഞാൻ മനസ്സിലായില്ല. ഒന്നുകൂടി പറ. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആ വീട്ടില് കുറിപ്പ് എനിക്കല്ല, എനിക്കും പിന്നെ എന്റെ ക്ലാസ്സിലെ ഹിമ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടാ പോയത്. അപ്പോ സ്വാഭാവികമായിട്ടും പോലീസ് എന്നെ വിളിക്കും. അപ്പം ഇതിന്റെ പേരിൽ എനിക്ക് സ്റ്റേഷനിൽ ആദ്യമായിട്ട് കയറേണ്ടി വന്നു. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാൽ വിളിച്ച് പറയുന്നത് വേറൊരു ആളുടെ ഒപ്പമാണ് പോയേക്കുന്നത്, ആ പയ്യനെ അങ്ങ് വിട്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് നാട്ടിലൊക്കെ അറിഞ്ഞു. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നാണക്കേട് എനിക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷേ ട്യൂഷൻ സെൻ്റർ ഉള്ളത് കൊണ്ടും അധ്യാപകനായതുകൊണ്ടും ഒരു ഇങ്ങനത്തെ ഒരു കേസിൽ ഇങ്ങനെ പോണത് അതൊരു പെണ്ണിനെ നമ്പിനാൽ അങ്ങനെയല്ല. അപ്പൊ അതാണ് കഥ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഡൗൺ ആയതല്ലേ? അപ്പോൾ ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ മാർച്ച് 10th എന്ന് പറഞ്ഞ ചാറ്റിനോട് ചോദിക്കേണ്ടി. ചാറ്റ് എന്താ എടുത്ത കിക്ക്? ഇപ്പൊ തന്നെ കിക്ക് എന്ന് പറയുന്ന ആൾക്കാർ സ്ക്രിപ്റ്റ് കിക്ക് എല്ലാം കൂടുതൽ ആൾക്കാർ പറഞ്ഞു. ചാറ്റ് എന്താ ചെയ്യണ്ടേ? ചാറ്റ് പറ. ഓഡീഷനിൽ ചാൻസ് കൊടുക്കണോ വേണ്ടയോ? യെസ് ഓർണോ? ആരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇവരാ. എനിക്ക് നിങ്ങളെ ഒരു വൈബെല്ലാം കണ്ടിട്ടൊരു ഒരു ഓഡീഷൻ എന്തായാലും ഓഡീഷൻ കൊടുക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരു അധ്യാപകൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോ അല്ല അങ്ങനെ നിങ്ങൾ കാണണ്ട. എന്നെ നിങ്ങളുടെ ഒരു ആളായിട്ട് മാത്രം അധ്യാപകന്റെ ആ ഒരു ഇത് കള അത് വിട്ട് അത് പോയി ഫുൾ ജോളിയാണ്. അത് വിട്ട് അധ്യാപകൻ എന്ന് പറഞ്ഞ സാധനം തൽക്കാലം ഇവിടെ വേണ്ട. നിങ്ങൾ ആ ഒരു തന്നെ കാണല്ലേ പ്ലീസ്. ആ ഒരു രീതിയിൽ വേണ്ട, അധ്യാപകം വേണ്ട. ഞാൻ എന്റെ ട്യൂട്ടർ പഠിക്കുന്ന കുട്ടികളെ അണ്ണാന്ന് വിളിക്കാനാണ് ഞാൻ പറയുന്നത്. എന്നെ സാറെന്ന് വിളിക്കുന്നത് അത്ര വലിയതൊന്നും അല്ല. അപ്പൊ MRC അഭിനവ് ബ്രോ എന്തൊക്കെയാണ് വിശേഷം? നോവ കൂടുതലും നോവ. എന്തായാലും നിങ്ങള് ഇല്ല യെസ്സുണ്ട്. 6 2.0 ശരിയാലോ? 6 പോലത്തെ കുറെ വിദ്യാഭ്യാസം ഉണ്ടല്ലോ. സംസാരം ഏകദേശം അകത്തിന്റെ കണ്ണടയുണ്ട്. താടി പഠിച്ച 6 ആവില്ല ഇത്. 6 കുറെ അല്ല. ഞാൻ അങ്ങനെ ഇൻസൾട്ട് ആയിട്ട് ഞാൻ ഇൻസൾട്ട് ആയിട്ട് പറയുന്നല്ല കേട്ടോ. 6 അത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരാളാ. എനിക്ക് ഈ ഇൻസൾട്ട് എന്ന് പറഞ്ഞ സാധനം വേണ്ട. അധ്യാപകം മാറ്റി പോയി പുതിയൊരാള് ഒരു എനിക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ അല്ല ഒരാൾ പറഞ്ഞ 6 2.1 സൂപ്പർ ചാറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എന്റെ അമ്മയോടും അനിയനോടും പറഞ്ഞ എല്ലാം ഞാൻ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ നിന്റെ ഗ്യാങ്ങിൽ ചേരാൻ വേണ്ടി ഓടി വന്നേക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഒന്ന് വിളിച്ചു ചോദിക്കണ്ട ഗ്യാങ്ങിൽ കേട്ടുവോ അല്ലെങ്കിൽ ഗ്യാങ്ങിൽ ഒരു ഓഡീഷൻ കിട്ടുമോ? ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണൽ മെസ്സേജ് എന്റെ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പേഴ്സണൽ മെസ്സേജ് അല്ലേ ബ്രോ? അതെങ്ങനെ അറിയാൻ പറ്റും? ഒരുപാട് പറഞ്ഞതല്ലേ? അല്ലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂപ്പർ ചാറ്റ് ഇട്ട് ഇതിൽ പറഞ്ഞാൽ ഞാൻ കാണുമായിരുന്നു. അല്ലെ എങ്ങനെങ്കിലും തന്നെ അറിയിക്കാൻ നോക്കായിരുന്നു. ഇതിപ്പോ ഒന്നും പറയാണ്ട് റിസൈൻ ചെയ്തിട്ട് ഓടി. ഇനി നിങ്ങൾ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും? തിരിച്ച് സ്കൂളിൽ കയറാൻ പറ്റുമോ? അതെ, ഓഡീഷനിൽ ഒരുപാട് ആൾക്കാർ കാണും. അതിലിപ്പോ ബ്രോക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാ ഇപ്പൊ തന്നെ ഓഡീഷനിൽ 3 പേരായി. ഞാൻ ഒരു എന്താണ് അല്ല ഓഡീഷനിൽ വേണം നമുക്ക്. അല്ല ഓഡീഷന് കൊടുക്കാം, ചാൻസ് കൊടുക്കാം. ഓഡീഷന് ചാൻസ് കൊടുക്കാം. പക്ഷേ